SSLC ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസിൻ്റെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് പഠിക്കാനുള്ള പോർഷനാണ് വാട്ട് ആർ സ്റ്റിമുലൈ. ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. ഒരു ഓർഗാനിസത്തിൽ റെസ്പോൺസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇവോക്ക് ചെയ്യാൻ സഹായിക്കുന്ന സെൻസസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസും ഉണ്ട്, ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലസും ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിന് എക്സാമ്പിളാണ് ടച്ച്, വിഷൻ, ഹിയറിംഗ് എന്നിവയൊക്കെ. ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്റ്റിമുലസിന് എക്സാമ്പിളാണ് തേഴ്സ്റ്റ്, ഹങ്കർ എന്നിവയൊക്കെ. നെക്സ്റ്റ് പോർഷൻ, there are specialized cells in the sense organs and other parts of the body to receive stimuli. These cells are known as receptors. What are receptors? നമ്മുടെ ശരീരത്തിൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സെൽസോ ഓർഗൻസോ ഉണ്ട്. എന്തിനു വേണ്ടി? ഈ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിനും ഓർഗൻസിനും വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. ദേ റിസീവ് സ്റ്റിമുലൈ ആൻഡ് ജനറേറ്റ് സ്യൂട്ടബിൾ ഇമ്പൾസസ്. എന്താണ് റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്? അവർ ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസ് എന്തുകൊണ്ടാണ്? ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ബോഡിയിൽ ഒരു റെസ്പോൺസസ് ഉണ്ടാകുന്നു, അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റിമുലസ് എന്നാണ്. ഈ സ്റ്റിമുലസ് റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? ഇമ്പൾസസ് ഉണ്ടാകുന്നു. ഈ ഇമ്പൾസ് ബ്രെയിനിൽ ചെല്ലുന്നു, ബ്രെയിൻ വേണ്ട റെസ്പോൺസ് തിരിച്ചു തരുന്നു. അതാണ് സംഭവിക്കുന്നത്. ബോഡിയിലെ നെർവസ് സിസ്റ്റമാണ് ഈ ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഏതൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിലെ പാർട്സ് എന്നുള്ളത് ആ ഒരു ഇമേജിൽ തന്നിട്ടുണ്ട്. ഫിഗർ 1.1 നമ്മുടെ SCRT ടെസ്റ്റിലെ ഒരു ഇമേജും മിസ് ചെയ്യാൻ പാടില്ല. എവിടുന്ന് വേണമെങ്കിലും ലേബിൾ ചെയ്യാനായിട്ട് ചോദ്യം വരാം. അതുകൊണ്ട് ഒരു ഇമേജും വിട്ട് കളയാൻ പാടില്ല. ആ ഇമേജിലുണ്ട് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ആർ ദ മേജർ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ന്യൂറോൺ. ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റാണ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ പാർട്സും ഫങ്ഷനും പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും SSLC എക്സാമിന് റിപ്പീറ്റായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ് ന്യൂറോണിൻ്റെ പാർട്സ്? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോവ് ആൻഡ് ഷ്വാൻ സെൽ. ഡെൻഡ്രൈറ്റിൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ ന്യൂറോണിൽ കൂടെ ഡെപിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോവ്. ഓരോ പാർട്സിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നത്? ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ പാർട്ട് that receive impulses from adjacent neuron. അടുത്ത ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഒരു ന്യൂറോണിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡെൻഡ്രൈറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് ഡെൻഡ്രോൺ ആണ്. ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. ഡെൻഡ്രൈറ്റ് ചെല്ലുന്നത് സെൽ ബോഡിയിലേക്കാണ്. അത് കൊണ്ടുപോകുന്നത് ഡെൻഡ്രോൺ ആണ്. ഡെൻഡ്രൈറ്റിലെ ഒരു ചെറിയ ഫിലമെൻ്റ് ആണ് ഡെൻഡ്രോൺ. അടുത്തത് ആക്സോൺ ആണ്. ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് എമർജ് ചെയ്യുന്ന ഏറ്റവും നീളം കൂടിയ ഒരു ഫിലമെൻ്റ് ആണ് ആക്സോൺ. ആക്സോൺ എന്താ ചെയ്യുന്നത്? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്ന് ഔട്ട്സൈഡിലോട്ട് ഇമ്പൾസസിനെ കൊണ്ടുവരുന്നത് ആക്സോൺ ആണ്. വാട്ട് ഈസ് ആക്സോണൈറ്റ്? ബ്രാഞ്ചസ് ഓഫ് ആക്സോൺ. ആക്സോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സോണൈറ്റ്. ക്യാരീസ് ഇമ്പൾസസ് ടു ദ സിനാപ്റ്റിക് നോബ്. അടുത്ത പാർട്ടായി സിനാപ്റ്റിക് നോബിലേക്ക് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആക്സോണൈറ്റ് ആണ്. അടുത്ത പാർട്ട് സിനാപ്റ്റിക് നോബാണ്. ടിപ്പ് ഓഫ് ആക്സോണൈറ്റ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമ്മുടെ ന്യൂറോണിൽ നിന്ന് വേണ്ട ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. ലാസ്റ്റായിട്ടൊരു ഷ്വാൻ സെല്ലും ഉണ്ട്. എന്താണ്? ഇൻസർക്കിൾ ദ ആക്സോൺ. കണ്ടു അല്ലേ? ആക്സോണിനെ കവർ ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൻ്റെ ഒരു സെല്ലാണ് ഷ്വാൻ സെൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴോട്ട് കാണുന്നുണ്ട്.
ഇത്രയും പാർട്സാണ് ന്യൂറോൺസിൻ്റെ ആയിട്ട് ഫങ്ഷൻസ് ഉൾപ്പെടെ ഉള്ളത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 പാർട്ടും നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഫങ്ഷൻസ് തരും, ലേബിൾ ചെയ്യാനൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ആക്സോണിനെ കവർ ചെയ്ത് മൈലിൻ ഷീത്ത് ഉണ്ട്. Axons of the most neurons are repeatedly encircled by myelin, a membrane containing lipid. This is called myelin sheath. അപ്പോൾ വാട്ട് ഈസ് മൈലിൻ ഷീത്ത്? നമ്മുടെ ആക്സോണിനെ കവർ ചെയ്ത് ഒരു ഷീത്ത് ഉണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്. അത് ലിപ്പിഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത്. അതിലൊരു സെല്ലുണ്ട്, ഷ്വാൻ സെല്ല്. ഈ ഇമേജും ലേബിൾ ചെയ്യാനൊക്കെ പഠിക്കുക കേട്ടോ. ഇനി വരുന്ന പോർഷനാണ് നെർവ്. നെർവ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. എ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസിനെ വിളിക്കുന്ന പേരാണ് നെർവ് എന്നുള്ളത്. മൈലിൻ ഷീത്ത് ഇൻ ദ നെർവ്സ് ഈസ് ഫോംഡ് ഓഫ് ഷ്വാൻ സെൽ. നെർവിൻ്റെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത് ഷ്വാൻ സെല്ല് വെച്ചും. മൈലിൻ ഷീത്ത് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് ഈസ് ഫോംഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് വെച്ചിട്ടാണ് ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും മൈലിൻ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത്. മൈലിൻ ഷീത്തിൻ്റെ പെക്യുലാരിറ്റീസ് ആണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ദ മൈലിൻ ഷീത്ത് ഹാസ് എ ഷൈനി വൈറ്റ് കളർ. ദ പാർട്ട് ഓഫ് ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ് വെയർ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ അബണ്ടൻസ് ഈസ് കോൾഡ് വൈറ്റ് മാറ്റർ ആൻഡ് ദ പാർട്ട് വെയർ നോൺ മൈലിനേറ്റഡ് നെർവ്സ് ആർ പ്രസൻറ്റ് ഈസ് കോൾഡ് ഗ്രേ മാറ്റർ. അപ്പോൾ വാട്ട് ഈസ് വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ പഠിക്കുക. മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് ഉള്ള പാർട്ടിനെ വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള പാർട്ടിനെ പറയുന്ന പേര് ഗ്രേ മാറ്റർ എന്നും ആണ്. ഇനി ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫങ്ഷൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത് ആർ ടു provide nutrients and oxygen to axon, accelerate impulses, act as an electric insulator and protect the axon from external shock. ഫങ്ഷൻസ് അതുപോലെ തന്നെ പഠിക്കുക. എന്തിനൊക്കെ വേണ്ടിയാണ്? ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക, ഇമ്പൾസസിനെ ആക്സലറേറ്റ് ചെയ്യുക, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്ക്. ആക്സോണിനെ കവർ ചെയ്തിരിക്കുന്നത് അല്ലേ, അപ്പം പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്സ്. ഇനി എങ്ങനെയാണ് ഇമ്പൾസസ് ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നും, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നോക്കിക്കേ. അവിടെ ഫിഗർ 1.2a-b-c തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഒരു പ്ലാസ്മ മെംബ്രെയിനാണ് തന്നിരിക്കുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജും ഇന്നർ സർഫേസ് നെഗറ്റീവ് ചാർജുമാണ്. അപ്പം ഔട്ടർ സർഫസിൽ പോസിറ്റീവ് ചാർജിലോട്ട് ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് വന്ന് ഇവോക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആ പോസിറ്റീവ് ചാർജ് ഷിഫ്റ്റായി നെഗറ്റീവ് ചാർജായിട്ട് മാറും. അതിൻ്റെ തൊട്ടടുത്തുള്ള നെഗറ്റീവ് ചാർജ്, അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇന്നർ സൈഡിലുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുമായിട്ട് മാറുന്നു. അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നു. ദ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ദ ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. When stimulated, the distribution of ions in that particular part changes. ആ സ്റ്റിമുലസ് വരുന്ന ആ പർട്ടിക്കുലർ പാർട്ട് മാറുന്നു, changes, and hence the inner surface becomes positively charged and the outer surface becomes the negatively charged. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അത്. This momentarily charged difference stimulates its adjacent parts and similar charges occur there too. As this process proceeds, impulses get transmitted as electrical charges. Nerve impulses are messages transmitted through the neurons. ഓൾറെഡി പറഞ്ഞു അല്ലേ? ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടൊരു പോയിന്റിലോട്ട് വരുന്നു. അവിടെ പോസിറ്റീവ് ചാർജ് മാറി നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പം അവിടെ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള അയോൺസ് എന്ത് സംഭവിക്കുന്നു? അവിടെയും ചാർജ് ഡിഫറൻസ് സംഭവിക്കുന്നു.
അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണ് ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അടുത്ത പോർഷൻ സിനാപ്സ് ആണ്. സിനാപ്സ് എന്താണ്? സിനാപ്റ്റിക് നോബ് നമ്മൾ കണ്ടായിരുന്നു. ന്യൂറോൺസ് പഠിച്ചപ്പം സിനാപ്റ്റിക് നോബ് നമ്മൾ കണ്ടു. അവിടെ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷന് വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. അതാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ന്യൂറോൺസിൻ്റെയോ ഒരു ന്യൂറോണിൻ്റെയോ ഒരു മസിൽ സെല്ലിലെയോ ഒരു ന്യൂറോണിൻ്റെ ഒരു ഗ്ലാനുലാർ സെല്ലിൻ്റെയോ ഇടയിലുള്ള ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ് എന്നത്. When electrical impulses from the axon reach the synaptic knob, certain chemical substances are secreted from there to the synaptic clefts. These chemical substances are called neurotransmitters. ഓൾറെഡി പറഞ്ഞു അല്ലേ, സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ആവുന്നു. അവരെന്താ ചെയ്യുന്നത്? ദേ സ്റ്റിമുലേറ്റ് ദ അഡ്ജസൻറ്റ് ഡെൻഡ്രൈറ്റ് ഓർ സെൽ ആൻഡ് എ ന്യൂ ഇലക്ട്രിക് ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അവർ തൊട്ടടുത്ത ന്യൂറോണിനെ അവർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അടുത്ത ഇമ്പൾസസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഫങ്ഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർത്തിരിക്കുക കേട്ടോ. അസറ്റോകോളിൻ ആൻഡ് ഡോപ്പാമിൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് സച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിളാണ് അസറ്റോകോളിനും ഡോപ്പാമിനും. അടുത്ത പേജിൽ നെർവ് സെല്ലിൻ്റെയും മസിൽ സെല്ലിൻ്റെയും ഗ്ലാൻഡുലാർ സെല്ലിൻ്റെയും ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഇമ്പൾസിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് ന്യൂറോൺസിനെ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ cord. Motor neuron carry impulses from the brain and spinal cord to various parts of the body. Sensory neuron എന്താ ചെയ്യുന്നത്? Carry impulses to the brain and spinal cord. Motor neuron from brain and spinal cord to various parts of the body. Sensory neuron and motor neuron വളരെ സിമ്പിളാണ്. അടുത്താണ് nerves. Nerves എന്നാൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. 3 ടൈപ്പ് നെർവ്സ് ഉണ്ട്: സെൻസറി നെർവ്, മോട്ടോർ നെർവ് ആൻഡ് മിക്സഡ് നെർവ്. സെൻസറി നെർവ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബർ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മോട്ടോർ നെർവ് ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ് ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മൾ സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും പറഞ്ഞ പോലെ തന്നെയാണ് സെൻസറി നെർവും മോട്ടോർ നെർവും. നെക്സ്റ്റ് മിക്സഡ് നെർവ് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സും മോട്ടോർ നെർവ് ഫൈബേഴ്സും കൂടെ മിക്സ് ആയിട്ടാണ് മിക്സഡ് നെർവ് ഉണ്ടായിരിക്കുന്നത്. ഇറ്റ് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലോട്ടും ബ്രെയിനിലോട്ടും പോവുകയും ചെയ്യുന്നു, വരികയും ചെയ്യുന്നു. അടുത്ത നെർവസ് സിസ്റ്റം ആണ് ഈ ഫ്ലോർ ചാർട്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നെർവസ് സിസ്റ്റം 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ കമ്പോണൻസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ കമ്പോണൻസ് ആണ് സ്പൈനൽ നെർവ്സ് ആൻഡ് ക്രേനിയൽ നെർവ്സ്. ബ്രെയിൻ ആണ് ഇനി പഠിക്കാനുള്ളത്. ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം. ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ പഠിക്കണം, ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ ചോദിക്കാറുണ്ട്. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദ മെനിഞ്ചസ്, എ 3-layered membrane. The cerebrospinal fluid is filled within the inner membrane of meninges and the ventricles of the brain. ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്? സ്കള്ളിലാണ് ഇരിക്കുന്നത്, കവർ ചെയ്ത് ആരുണ്ട്? മെനിഞ്ചസ് ഉണ്ട്. ഒരു 3-layered membrane ആയിട്ടുള്ള മെനിഞ്ചസ് ഉണ്ട്. ഈ മെനിഞ്ചസിൻ്റെ അകത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഫോം ചെയ്യുന്ന ബ്ലഡിൽ നിന്നാണ് ബ്ലഡിലോട്ട് തന്നെ റീഅബ്സോർബും ചെയ്യുന്നു. ദ ഫങ്ഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്.
ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫങ്ഷൻ ഓഫ് ദ cerebrospinal fluid are to provide nutrients and oxygen to the tissues of the brain, regulate the pressure inside the brain and to protect the brain ഫ്രം ഇഞ്ചുറീസ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിന് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നു. റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ, ബ്രെയിനിലെ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്, ബ്രെയിനെ ഇഞ്ചുറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പം ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രവും പാർട്ടും ആണ് ഈ ഒരു ഇമേജ്. ബ്രെയിനിൻ്റെ പാർട്സ്, ഫങ്ഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ബ്രെയിനിലെ പാർട്സ്? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഓരോ പാർട്ടിൻ്റെ പൊസിഷൻ അറിഞ്ഞിരിക്കുക, എന്താണ് ഫങ്ഷൻ എന്ന് ഓർത്തിരിക്കുക, എല്ലാം വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. സെറിബ്രം ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം. ഫങ്ഷൻസ് പഠിച്ചിരിക്കുക. സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ഇവോക്ക് സെൻസേഷൻ, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. വോളണ്ടറി മൂവ്മെൻ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണ്. സെൻസേഷൻ ഇവോക്ക് ചെയ്യുന്നത് സെറിബ്രം ആണ്. ഫങ്ഷൻസ് മെയിനായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത സെറിബെല്ലം, ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ, പൊസിഷൻ സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. സെറിബ്രത്തിൻ്റെ ബാക്കിലായിട്ടാണ് സെറിബെല്ലം കാണുന്നത്. ഫങ്ഷൻ ഓർത്തിരിക്കുക. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഫങ്ഷൻസ് ചോദിക്കുമ്പോൾ മിക്കവാറും ചോദിക്കാറുണ്ട്, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ മെയിൻറ്റെയിൻസ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി? ആരാണ്? സെറിബെല്ലം. മെഡുല്ല ഒബ്ലാങ്കേറ്റ, ദ റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഈസ് സീൻ ബിലോ ദ സെറിബ്രം, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ അടിയിൽ, സെറിബെല്ലത്തിൻ്റെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ആളാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഫങ്ഷൻസ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഇൻവോളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അടുത്തത് തലാമസ്, സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് തലാമസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആക്ട് ആസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആൻഡ് ടു ആൻഡ് ഫ്രം സെറിബ്രം. ഒരു റിലേ സ്റ്റേഷനായിട്ടാണ് തലാമസ് ആക്ട് ചെയ്യുന്നത്. അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. അതായത് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഇമ്പൾസസ് എല്ലാം അനലൈസ് ചെയ്യുന്ന ആളാണ് തലാമസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ സെറിബ്രത്തിലോട്ട് എത്തിക്കുന്നു. ദ ഹൈപ്പോതലാമസ്, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്, പ്ലേസ് എ മേജർ റോൾ ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്. ഹൈപ്പോതലാമസ് കൂടുതലായിട്ടും അടുത്ത ചാപ്റ്ററിലോട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? ഹോർമോൺ പ്രൊഡക്ഷനാണ് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസിൽ കൂടുതലായിട്ടും പഠിക്കുക. അപ്പം ബ്രെയിനിൻ്റെ പൊസിഷനും പാർട്സും ഫങ്ഷനും ഒക്കെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അടുത്ത പാർട്ടാണ് സ്പൈനൽ കോഡ്. ദ സ്പൈനൽ കോഡ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ കണ്ടിന്യൂഷനാണ് സ്പൈനൽ കോഡ്. ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ പഠിച്ച പോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെയും പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ അകത്താണ് സ്പൈനൽ കോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ദ ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ഓൾസോ കവേർഡ് ബൈ മെനിഞ്ചസ്. ബ്രെയിൻ പോലെ തന്നെ സ്പൈനൽ കോഡും കവർ ചെയ്ത് മെനിഞ്ചസ് ഉണ്ട്. സ്പൈനൽ കോഡിലും ആരുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. സ്പൈനൽ കോഡിൻ്റെ ഡയഗ്രാം പഠിക്കുക. ഇനി സ്പൈനൽ നെർവ്സ് എന്തായിരുന്നു? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടുള്ള സ്പൈനൽ നെർവ്സ് വരുന്നത് സ്പൈനൽ കോഡിൽ നിന്നാണ്. ദെയർ ആർ 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ്. ഈ കാണുന്ന റിഫ്ലെക്സ് ആക്ഷനാണ്. ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവാർഡ്സ് സ്റ്റിമുലൈ ആർ കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. കോൺഷ്യസ് അല്ലാണ്ട് ഉണ്ടാവുന്ന ക്വിക്ക് റെസ്പോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആക്ഷൻ. അവിടെ ഒരു പാത്ത് പോലെ, ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നെ അതിൻ്റെ റിഫ്ലെക്സ് ആക്ഷൻ നമ്മൾ പഠിക്കുക. റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽ. റിസപ്റ്ററിലോട്ട് സ്റ്റിമുലസ് വരുന്നു. നമ്മൾ തീയിൽ തൊടുന്നതാണ് അവർ കാണിച്ചിരിക്കുന്നത്. തീയിൽ തൊട്ടു, സെൻസറി ന്യൂറോൺ ആക്റ്റീവായി, അത് ഇൻ്റർ ന്യൂറോണിൽ ചെന്നു. ഇൻ്റർ ന്യൂറോൺ എന്താണ്? ദ ന്യൂറോൺ ദാറ്റ് കണക്ട് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ generates quick responses according to the
സെൻസറി ഇമ്പൾസസ്. അപ്പോൾ വാട്ട് ഈസ് ഇൻ്റർ ന്യൂറോൺ എന്ന് ഓർത്തിരിക്കുക. ദെൻ മോട്ടോർ ന്യൂറോൺ വരുന്നു, റിലേറ്റഡ് മസിലിലോട്ട് ഇമ്പൾസ് റെസ്പോൺസ് കൊടുക്കുന്നു. എന്തായിരിക്കും അവിടുത്തെ റെസ്പോൺസ്? നമ്മൾ ക്വിക്കായിട്ട് കൈ തീയിൽ നിന്ന് എടുക്കുന്നതാണ് അവിടുത്തെ റെസ്പോൺസ്. റിഫ്ലെക്സ് ആക്ഷൻ ഒരു ഫ്ലോ ചാർട്ടായിട്ട് തന്നെ ഓർത്തിരിക്കുക. സ്റ്റിമുലസ്, റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇൻ്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മസിൽ. ഈ പാത്വേക്ക് പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. റിഫ്ലെക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലെക്സ് ആക്ഷൻ. ഇതാരാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്പൈനൽ കോഡാണ്. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട് ആസ് ദ സെൻറ്റർ ഓഫ് റിഫ്ലെക്സ് ആക്ഷൻ. റിഫ്ലെക്സ് ആക്ഷൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സ്പൈനൽ കോഡാണ്. ഇങ്ങനെയുള്ള റിഫ്ലെക്സസിന് പറയുന്നത് സ്പൈനൽ റിഫ്ലെക്സസ് എന്നാണ്. സ്പൈനൽ റിഫ്ലെക്സസ് മാത്രമല്ല, അവിടെ സെറിബ്രൽ റിഫ്ലെക്സസും ഉണ്ട്. ഡയറക്റ്റായിട്ട് സെറിബ്രം ആക്ട് ചെയ്യുന്ന റിഫ്ലെക്സസ്. അതിനുള്ള എക്സാമ്പിളാണ് കണ്ണിലോട്ട് പെട്ടെന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നതൊക്കെ സെറിബ്രൽ റിഫ്ലെക്സസിന് എക്സാമ്പിളാണ്. ഇനിയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. പെട്ടെന്നൊരു സഡൻ എമർജൻസി വരുവാണെങ്കിൽ അവിടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് ആക്ട് ചെയ്യുന്നത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ കോൺഷ്യസ് ലെവലിലുള്ളതല്ല, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്, ആക്റ്റീവ് ആവുന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ആണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ കമ്പോണൻസ്. അതായത് എന്തെങ്കിലും ഒരു സഡൻ സിറ്റുവേഷൻ വരുമ്പോൾ, ഇപ്പോൾ ഒരു പാമ്പിനെ കാണുമോ പെട്ടെന്ന് നമ്മൾ വീഴുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിലോട്ട് അത് തിരിച്ചു വരും. എന്തൊക്കെയാണ് പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുക? അതായത് ഫിയർ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ പോയിൻറ്റ്സ് അതൊക്കെയാണ്. ദ പ്യൂപ്പിൾ of eye dilates, production of saliva decreases, trachea expands, heartbeat increases, gastric activity slow down, glycogen is converted into glucose, peristalsis in the intestine slows down, urinary bladder regains normal state. സിമ്പതറ്റിക് സിസ്റ്റത്തിൽ ഈ ചേഞ്ചസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചേഞ്ചസ് ആണ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കി തന്നെ പഠിക്കുക. ഇനി നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. നെർവസ് സിസ്റ്റത്തിൽ കാര്യമായിട്ട് ബാധിക്കുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് 3 തന്നിട്ടുണ്ട്. അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. കോസസ്, സിംറ്റംസ് പഠിക്കുക. അൾഷിമേഴ്സ്, അക്യൂമുലേഷൻ ഓഫ് ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. സിംറ്റംസ് എന്തൊക്കെയാണ് അൾഷിമേഴ്സിൻ്റെ അറിയാം അല്ലേ? ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇന്നബിലിറ്റി ടു ഡു റുട്ടീൻ വർക്ക്സ്. എന്നും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകുന്നു. അടുത്ത പാർക്കിൻസൺസ്, ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ് റെഡ്യൂസ്. ഡോപ്പാമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇവിടെ സിംറ്റംസ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽ, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ, എപ്പോഴും സലൈവ വന്നുകൊണ്ടിരിക്കുക. എപ്പിലെപ്സി, കണ്ടിന്യൂസ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ. ഫോർത്തി ഡിസ്ചാർജസ് ഫ്രം ദ മൗത്ത്, ക്ലെൻച്ചിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിച്ച് ദ പേഷ്യൻറ്റ് ഫോൾസ് അൺകോൺഷ്യസ്. എന്താണ്? കുറച്ചുകൂടെ സീവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ് എപ്പിലെപ്സി. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവരെയൊക്കെ പ്രോപ്പർ കെയർ കൊടുത്ത് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.